ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ശ്രീനഗറിലെ ലാൽ ചോക്കിന്റെ പരിസരത്തുള്ള ബുദ്ഷാഹ് ചൗക്കിലുള്ളത്. അപ്പൊ ഞാനിതിന്റെ അകത്ത് കയറാണ്. ഇതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് കഴിക്കാൻ പോവാണ്. ഈ കടന്റെ പേര് ദിൽഷാദ് റെസ്റ്റോറന്റ് എന്നാണ്. അപ്പൊ അതിന്റെ കടയിലേക്ക് ഞാൻ കയറാൻ പോവാണ്. ഇവിടെ ഒരു തുണിയൊക്കെ വെച്ചിട്ടാണുള്ളത്, കാരണം തണുപ്പായതുകൊണ്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്താണുള്ളത്. ഇതിന്റെ അകത്തെ ഇതിന്റെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാഷ് കൗണ്ടറും സാധനം കൊടുക്കുന്നതും ഒരൊറ്റ സ്ഥലത്താണുള്ളത്. ഇവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഉള്ളിൽ തീയൊക്കെ കത്തുന്നുണ്ട്. ഇതിങ്ങനെ ഒരു പ്ലേറ്റാണ്. ആ പ്ലേറ്റിൽ ഇവിടുത്തെ മട്ടൻ നല്ലോണം അരച്ചിട്ട് അത് ഒരു പ്ലേറ്റിലാക്കി കൊടുക്കുകയാണ്. ഇതാണ് ആ സംഭവം. അവർ കുഴിയിൽ നിന്നാണ് ആ മട്ടൻ എടുക്കുന്നുണ്ടല്ലേ, അരച്ചത്. എന്നിട്ട് തൂക്കി വെക്കും. ഞാനൊരു 200 രൂപൻ്റെ ഞാൻ കഴിക്കുന്നത്. ഏകദേശം 154 ഗ്രാമാണ് ഉള്ളത്. അതിൽ കുറച്ച് മട്ടൻ്റെ കുറച്ച് പീസും കുറച്ച് നല്ലൊരു നെയ്യും ഓയിലും കൂടി കൂട്ടിയിട്ടുള്ളൊരു സംഭവം കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു പ്ലേറ്റ്. ഇതിപ്പോൾ വേറൊരു 4 പാർട്ടികൾ കൂടി ഇവിടെ അദ്ദേഹം സപ്ലൈ ഉണ്ട്. ഞാനെൻ്റെ ഒരു പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ പോകണം അങ്ങോട്ടേക്ക്. എൻ്റെ സെൻറ്ററിലാണ് ആ കുറച്ചൊരു മട്ടൻ്റെ കുടലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൽ ഓയിൽ ഒഴിക്കുന്നത് സംഭവം. ഇനി ഇത് കഴിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ആദ്യമായിട്ട് ഞാൻ കഴിക്കുകയാണ് ഇവിടെ വന്നിട്ട്. ഇത് കണ്ടില്ല, ഇതിൽ കുറച്ച് ചൂടുള്ള ഓയിലൊക്കെ പാർന്നിട്ടാണ് സംഭവം ഉള്ളത്. ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ഇതിൻ്റെ ഫാമിലിക്ക് ഇതിൻ്റെ മുകളിലാണുള്ളത്. ഇത് നമ്മളെ ഗിർദ. അപ്പൊ ഇത് കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കണം. വാട്ട് ഈസ് ദിസ് നെയിം? ഹരീസ. زي جردة كشميري جردة سامبل بسم الله. ഇത് മട്ടൺ അരച്ചിട്ട് പിന്നെ കുറച്ച് പീസ് ഇട്ട് കുറച്ച് നെയ്യൊക്കെ ഇവിടുത്തെ കാശ്മീരിലെ സ്പെഷ്യൽ ഐറ്റമാണ്. വേറെ ഈ ഒരു ഷോപ്പിൽ തന്നെ. ഇതിനിവിടെ കാശ്മീരികൾ ഹരീസ എന്ന് അതിന് പറയാ. പിന്നെ അപ്പൊ ഇതിനൊരു തീരുമാനമാക്കിയിരിക്കുന്നു ഞാൻ. ഇത് ഒരു പ്ലേറ്റ് 200 രൂപക്ക് റൊട്ടി പള്ളർച്ച കഴിക്കുക. ആട് അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അതിനോട് നെയ്യൊക്കെ ഒഴിച്ചിട്ട്. അപ്പൊ കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടുന്ന് മടങ്ങാണ്. അപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങിയാണ്.